മാജിക് അവനിലേക്ക് സ്വാഗതം. സാധാരണയായിട്ട് നമ്മുടെ നാട്ടിൽ നമ്മുടെ ഒരു രീതി അനുസരിച്ചിട്ട് നമ്മളുടെ എല്ലാം വീടുകളിൽ എന്തെങ്കിലും ഒരു ചടങ്ങ് നടന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നമ്മുടെ വീട്ടിലേക്ക് അതിഥികൾ വരുമ്പോൾ നമ്മൾ സാധാരണയിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുറച്ചേറെ വിഭവങ്ങൾ തയ്യാറാക്കും. അപ്പം സാധാരണ നമ്മളുടെ വീട്ടിൽ എപ്പോഴും ഒന്നോ രണ്ടോ മൂന്നോ വിഭവങ്ങൾ മാത്രമായിരിക്കും സൈഡ് ഡിഷസ്. പ്രധാനമായിട്ട് നമ്മൾ ചോറാണ് നമ്മളുടെ സ്റ്റേപ്പിൾ ഫുഡ്. ഉച്ചയ്ക്ക് ചോറ്, വൈകുന്നേരം ഇപ്പോഴൊക്കെ ചപ്പാത്തി, അങ്ങനെയുള്ള വ്യത്യസ്തമായ കാര്യങ്ങളുണ്ട്. പണ്ടൊക്കെ കഞ്ഞി, പയറ്, അങ്ങനത്തെ രീതിയിലുള്ള ഡിന്നറൊക്കെ ആയിരുന്നു. എന്തായാലും പക്ഷേ അതിഥികൾ വരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ വ്യത്യസ്തമായ വിഭവങ്ങൾ, സാധാരണ വീട്ടിൽ എപ്പോഴും ഉണ്ടാക്കാത്ത സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ആയിരിക്കും തയ്യാറാക്കാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടമ്മമാർക്കെല്ലാം തന്നെ വ്യത്യസ്തമായ പലതരം വിഭവങ്ങളും പരീക്ഷിക്കാൻ ഇഷ്ടമാണ്. പരീക്ഷിക്കാൻ മാത്രമല്ല, അത് മറ്റുള്ളവർക്ക് വിളമ്പാനും ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചിക്കൻ്റെ വിഭവങ്ങൾ എത്ര ഉണ്ടാക്കിയാലും മതിയാവാറില്ല. അപ്പോൾ മാജിക് അവനിലൂടെ തന്നെ എത്ര വ്യത്യസ്തമായ ചിക്കൻ്റെ വിഭവങ്ങൾ നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു. എങ്കിലും നമ്മളുടെ പരീക്ഷണങ്ങൾ തുടരുകയാണ്. അപ്പോൾ ഇന്നും മറ്റൊരു ചിക്കൻ വിഭവമാണ് നമ്മൾ ആദ്യം തയ്യാറാക്കുന്നത്. ഇതൊരു നാടൻ രീതിയിലുള്ളൊരു ചിക്കൻ. അപ്പോൾ ഇതിൻ്റെ പേര് തന്നെ കുറച്ച് നാടനായിക്കോട്ടെ, കോഴി ഇടിച്ചു പുരട്ട്. അപ്പോൾ കോഴി പുരട്ടുണ്ട്, പക്ഷെ എന്താണ് ഈ കോഴി ഇടിച്ചു പുരട്ട്? അപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം കോഴിയെ ഇടിച്ചിട്ട് ഒരു വിഭവമായിരിക്കും, ഇടിച്ച് ചതച്ചൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മളുടെ എന്താ പറയുക, തല്ലൻ ചക്ക എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ അധികം മൂക്കാത്ത ചക്ക ഇടിച്ച് തോരനൊക്കെ വയ്ക്കുമല്ലോ, അതുമാതിരി ഒരു ഇടിച്ച എന്തെങ്കിലും ആണോ? പക്ഷേ കോഴിയെ നമ്മൾ ഉപദ്രവിക്കുന്നില്ല, കോഴിയെ ഇടിക്കാനും പിടിക്കാനും ഒന്നും പോകുന്നില്ല. പക്ഷേ അതിൻ്റെ മസാലയെല്ലാം ചെറുതായിട്ടൊന്ന് ഇടിച്ച മസാലയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിഭവത്തിന് നമ്മൾ അങ്ങനെ ഒരു പേര് കൊടുത്തത്. അപ്പോൾ കോഴി ഇടിച്ച പുരട്ട്. കോഴി ഇടിച്ച പുരട്ടിൽ കുറച്ച് മസാല ഐറ്റംസ് എല്ലാം ഉണ്ട്. അതെല്ലാം തന്നെ തരിതരിപ്പായി ഇടിച്ചെടുത്ത മസാല ഐറ്റംസാണ്, കൂടുതലും അതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയണ്ടേ? അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കോഴി 1.5 കിലോയുടെ സൈസിൽ ഒരെണ്ണം കഴുകി വൃത്തിയാക്കി ഏതാണ്ടൊരു 30 കഷ്ണങ്ങളായി മുറിച്ചെടുത്തത്. സവാള 2 എണ്ണം ചെറുതായി അരിഞ്ഞത്. ചെറിയ ഉള്ളി 1 കപ്പ് മുറിച്ചെടുത്തത്. ഇഞ്ചി ഇടിച്ചത് 2 ടേബിൾ സ്പൂൺ. വെളുത്തുള്ളി ഇടിച്ചെടുത്തത് 2 ടേബിൾ സ്പൂൺ. കുരുമുളക് ഇടിച്ചെടുത്തത് 1.5 ടേബിൾ സ്പൂൺ. പെരിഞ്ജീരകം ഇടിച്ചെടുത്തത് 1 ടേബിൾ സ്പൂൺ. വറ്റൽ മുളക് തരിതരിപ്പായി ഇടിച്ചെടുത്തത് 2 ടേബിൾ സ്പൂൺ നിറച്ച്. മല്ലിപ്പൊടി 2 ടീസ്പൂൺ. മല്ലി തരിതരിപ്പായി ഇടിച്ചെടുത്തത് 1 ടേബിൾ സ്പൂൺ. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ. പച്ചമുളക് 4 എണ്ണം മുഴുവനെ ഇടുക. ഉപ്പ് പാകത്തിന്. കറിവേപ്പില 2 തണ്ട്. എണ്ണ 4 ടേബിൾ സ്പൂൺ. വെള്ളം 1/4 കപ്പ്. അപ്പോൾ നമ്മൾക്കിനി കോഴി ഇടിച്ച് പുരട്ടിയത്, കോഴി ഇടിച്ച് പുരട്ട് തയ്യാറാക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് ഇടിച്ച മസാലകളെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. കോഴിയെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 30 കഷ്ണങ്ങളായിട്ട് മുറിക്കുക. അപ്പോൾ ചെറിയ പീസസ് ആയിട്ട് മുറിക്കുക. ഒരു 1.5 കിലോയുടെയൊക്കെ സൈസുള്ള കോഴി എടുത്ത് അതിൻ്റെ തൊലിയെല്ലാം മാറ്റി കഴിഞ്ഞിട്ട് ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇടിച്ച മസാല എന്താണ്? അപ്പോൾ ഇടിച്ചത് നമ്മൾ ഏതാണ്ടൊരു 2 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ഇടിച്ചെടുത്തത്, അതിനോടൊപ്പം ഏകദേശം അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ഇടിച്ചെടുത്തത്. ഇടിച്ച് എന്ന് പറയുമ്പോൾ ഇടിച്ച് ചതച്ചത്. അപ്പോൾ എല്ലാം ഇങ്ങനെ ഇടിച്ച് ചതക്കുകയാണ് നമ്മൾ. പിന്നെന്താണ്, അതിനോടൊപ്പം പെരിഞ്ജീരകം, അതും ഒന്ന് ഇടിച്ച് ചതച്ചെടുത്തത് ഒരു ടേബിൾ സ്പൂൺ, ഒരു ഫുൾ ടേബിൾ സ്പൂണായിട്ട് എടുക്കും. പിന്നെന്താ വേണ്ടത്? പിന്നെ നമ്മളുടെ കുരുമുളക്, മുഴുവൻ കുരുമുളകിനെ ഇടിച്ച് ചതച്ചെടുത്തത് 1.5 ടേബിൾ സ്പൂൺ വരെ ആകാം. ഇത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ടാണ്. കാര്യം ഇതിൽ നമ്മൾ മുളക് പൊടിയായിട്ടല്ല ചേർക്കുന്നത്, അതും നമ്മുടെ ഇടിച്ച മസാലയാണ്. അപ്പം മുളക്, വറ്റൽ മുളക് ഇടിച്ച് തരിതരിയായിട്ട് ചതച്ചെടുത്തത്, ഇത് ഏകദേശം 2 ടേബിൾ സ്പൂൺ എടുക്കാം. അപ്പോൾ ഏതാണ്ട് ഇടിച്ച മസാലകൾ ഏകദേശമായി എന്ന് പറയാം. ഇനി ഒരു കാര്യം കൂടെ ഇടിച്ചതാണ്, അത് ടീസ്പൂണിലാണ് നമ്മൾ അളക്കേണ്ടത്. പച്ചമല്ലി, നമ്മൾ സാധാരണ മല്ലി എന്ന് പറഞ്ഞാൽ അറിയാലോ, മല്ലി പൊടിയായിട്ട് നമ്മൾ പാക്കറ്റിൽ വാങ്ങുന്നതല്ല, മല്ലിയായിട്ട്, മുഴുവൻ മല്ലിയായിട്ട് വാങ്ങാൻ കിട്ടും. അത് വറുക്കൊന്നും വേണ്ട, വറുക്കാണ്ട് ഇടിച്ച് പൊടിച്ചെടുക്കുക. ഇങ്ങനെ തരിതരിപ്പായിട്ടൊന്ന് ചതച്ചെടുക്കുക. അതൊരു 2 ടീസ്പൂൺ. ഇപ്പോൾ 2 ടീസ്പൂൺ അളന്ന് കഴിഞ്ഞു. ഇനി 1 സ്പൂണും കൂടി, അപ്പം 3 ടീസ്പൂൺ ഒന്നിച്ചാക്കി ഒന്ന് യോജിപ്പിക്കും. അങ്ങനെ നമ്മുടെ ഇടിച്ച മസാല ഒന്നുകൂടി നമ്മൾ സ്പൂൺ കൊണ്ട് ഇടിക്കാൻ പോവാം. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ടൊന്ന് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടൊന്ന് ഇടിച്ചെടുക്കാൻ വേണമെങ്കിൽ, ഇതിലിപ്പോൾ നമ്മളിങ്ങനെ പ്രത്യേകം ഇടിച്ച് ചതച്ചിട്ട് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട്, ഒരല്പം വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം മതിയാകും. വീണ്ടും ഒന്ന് നന്നായിട്ട് യോജിപ്പിക്കും. ഇപ്പോൾ ഏതാണ്ട് ഇടിച്ച് ചതച്ചെടുത്ത മസാലയായി കഴിഞ്ഞു. കാണുന്നുണ്ടല്ലോ എന്തൊക്കെയാണെന്ന്.
ഇഞ്ചി, വെളുത്തുള്ളി അതെല്ലാം 2 ടേബിൾ സ്പൂൺ വെച്ച് ചേർത്തിട്ടുണ്ട്. ഇടിച്ചെടുത്തത്, ഇടിച്ച് ചതച്ച ഇഞ്ചി, വെളുത്തുള്ളി 2 ടേബിൾ സ്പൂൺ, 2 ടേബിൾ സ്പൂൺ. പിന്നെ പെരിഞ്ജീരകം ഇടിച്ച് ചതച്ചെടുത്തത് ഒരു ടേബിൾ സ്പൂൺ എടുത്തു. പിന്നെ കുരുമുളക്, മുഴുവൻ കുരുമുളക് ഇടിച്ചെടുത്തത്, ഇടിച്ച് ചതച്ചത് 1.5 ടേബിൾ സ്പൂൺ. പിന്നെ നമ്മൾ ചേർത്ത വറ്റൽ മുളക് തരിതരിപ്പായിട്ട് ഇടിച്ചെടുത്തത് അത് ഏകദേശം 2 ടേബിൾ സ്പൂൺ. അപ്പോൾ ഇതെല്ലാം കൂടിയാണ് നമ്മളിങ്ങനെ കുറച്ച് വെള്ളം, ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് വെച്ചിട്ട് ഇനി ബാക്കി കാര്യങ്ങളെല്ലാം ശരിയാക്കും. അതായത് നമ്മുടെ കോഴിയിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ഏതാണ്ട് 1 ടീസ്പൂണോളം ചേർത്തു. ഇനി സാധാരണ നമ്മൾ ഇത്രയും മഞ്ഞൾപ്പൊടി ചേർക്കാറില്ല. ഒരു 1/2 ടീസ്പൂണൊക്കെയാണ് സാധാരണ ഞാൻ എപ്പോഴും ചേർക്കുന്നത്. പക്ഷേ ഇതിൽ മാത്രം ഇച്ചിരി കൂടുതലായിട്ട് ചേർത്തു. 1 ടീസ്പൂൺ അടുപ്പിച്ച് ചേർത്തിട്ടുണ്ട്. ഇനി മല്ലിപ്പൊടി, ഇത് നമ്മൾ പൊടിയായിട്ട് തന്നെ പാക്കറ്റിൽ വാങ്ങുന്നത് 2 ടീസ്പൂൺ ചേർക്കാം. അപ്പോൾ മല്ലിപ്പൊടിയാണ് കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ മല്ലിപ്പൊടിയുണ്ട് 2 ടീസ്പൂൺ. ഇതുകൂടാതെ നമ്മൾ തരിതരിപ്പായിട്ട് നമ്മൾ ചതച്ച അല്ലെങ്കിൽ ഇടിച്ച് ചതച്ച മല്ലി, മുഴുവൻ മല്ലി 1 ടേബിൾ സ്പൂണും നമ്മുടെ ചതച്ച മസാലയിൽ അല്ലെങ്കിൽ ഇടിച്ച മസാലയിലുണ്ട്. ഈ 2 കാര്യങ്ങൾ ഇവിടെ ചേർത്ത് കഴിഞ്ഞു. മഞ്ഞൾപ്പൊടി, അതിനോടൊപ്പം മല്ലിപ്പൊടി 2 ടീസ്പൂൺ. ഇനി ഈ ചതച്ച് വെച്ചിരിക്കുന്ന മസാല, അതായത് നമ്മുടെ ഇടിച്ച മസാലയും കൂടി ഞാൻ ഈ കോഴിയുടെ മുകളിലേക്ക് ചേർക്കാൻ പോവാണ്. ഇതോടൊപ്പം ആവശ്യത്തിനുള്ള ഉപ്പ്, പാകത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. കുറച്ച് ഉപ്പ് ആദ്യം ഇടാം, പിന്നെ വേണമെങ്കിൽ നമുക്ക് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ അവസാനം ചേർക്കാം. ഇനി എന്താ വേണ്ടത്? ചെറിയ ഉള്ളി ഏകദേശം 1 കപ്പോളം, വേണമെങ്കിൽ 1 പിടിയെന്ന് തന്നെ പറയാം, നല്ലൊരു പിടി. പച്ചമുളക്, 4 പച്ചമുളക്. ഇത് നെടുകെ മുറിക്കുന്നില്ല, ചോപ്പ് ചെയ്യുന്നില്ല, കഷ്ണങ്ങളാക്കുന്നില്ല, ഒന്നുമില്ല, മുഴുവൻ ഇടാൻ പോവാണ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് തിരുമ്മി യോജിപ്പിക്കും. എല്ലാം കൂടി ചേർന്ന് ചിക്കൻ്റെ പീസസിലൊന്ന് പിടിക്കട്ടെ. ഇതിനോടൊപ്പം നമ്മൾ കുറച്ച് സവാള, 2 സവാള ചെറുതായി അരിഞ്ഞതും കൂടി ചേർക്കണം. എല്ലാം കൂടി ഒന്ന് ചിക്കനിൽ ഇങ്ങനെ നന്നായിട്ട് തിരുമ്മി ചേർക്കാം. അപ്പം നമ്മുടെ ഇടിച്ച മസാലയെല്ലാം ചിക്കനിലേക്ക് നന്നായിട്ട് പിടിക്കട്ടെ, പുരണ്ട് വരട്ടെ. അതിനോടൊപ്പം ചെറിയ ഉള്ളി നമ്മൾ കഷ്ണങ്ങളായിട്ട് ഓരോന്നിനെയും 2-3 പീസസായിട്ട് മുറിച്ചത്, അത് ഏകദേശം 1 കപ്പോളം. പിന്നെ 2 സവാള ചെറുതായി അരിഞ്ഞ, 2 ഇടത്തരം സവാള, 4 പച്ചമുളക് മുഴുവനെ ഇട്ടിട്ടുണ്ട്, ഉപ്പും ചേർത്തു. അപ്പോൾ ഇടിച്ച മസാലയുടെ കൂടെ നമ്മൾ അഡീഷണലായിട്ട് ചേർത്തത് മഞ്ഞൾപ്പൊടി ഏതാണ്ട് 1 ടീസ്പൂൺ ചേർത്തു, മല്ലിപ്പൊടി 2 ടീസ്പൂൺ എക്സ്ട്രാ ചേർത്തിട്ടുണ്ട്. പിന്നെ 4 പച്ചമുളകും 1 കപ്പോളം ചെറിയ ഉള്ളി കഷ്ണങ്ങളാക്കിയതും, പിന്നെന്താ 2 സവാള അരിഞ്ഞതും, ഉപ്പ്, ഇത്രയും കാര്യങ്ങളെ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാ കാര്യങ്ങളും നന്നായിട്ടൊന്നിങ്ങനെ ചിക്കൻ്റെ പീസസിൽ പിടിച്ചു. ഇനി ഇത് പറ്റുമെങ്കിൽ ഒരു 1/2 സമയമെങ്കിലും മാറ്റി വെച്ചാൽ ഏറ്റവും നല്ലത്. കുറച്ചുകൂടിയൊക്കെ ഒന്ന് പിടിച്ചിരിക്കും. സമയം കുറവാണെങ്കിൽ അത്രയും വെയിറ്റ് ചെയ്യണമെന്നില്ല, 10 മിനിറ്റ് ആയാലും മതി. എന്തായാലും ഒരു അല്പസമയം ഇത് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കിത് വേവിക്കാം. അങ്ങനെ നമ്മുടെ കോഴിയുടെ ഇടിച്ച മസാല ഇവിടെ റെഡി ആയിരിക്കണം. കോഴി ഇടിച്ച മസാലയുടെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പുരട്ടി വെച്ചിരിക്കണം. അപ്പം നമ്മുടെ കോഴി ഇടിച്ച പുരട്ടിനി റെഡിയാക്കണം. അപ്പോൾ ഇനി അടുപ്പ് കത്തിക്കാം. അപ്പോൾ ഇതൊരു 15 മിനിറ്റ് സമയം കഴിഞ്ഞു. എനിക്ക് അത്ര സമയമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും ഇനി നമ്മളത് കുക്കറിലേക്ക് മാറ്റാൻ പോവാണ്. മസാലയോടുകൂടി, ഇടിച്ച മസാലയോടുകൂടി ചിക്കൻ്റെ പീസസ്, കോഴി കഷ്ണങ്ങൾ, ഇതൊരു നാടൻ കോഴിയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതിലും നല്ല സ്വാദായിരിക്കും. പക്ഷേ പീസസ് എല്ല് കൂടുതലായിരിക്കും, ബ്രോയിലർ പോലെ അല്ലല്ലോ. പക്ഷെ നാടൻ കോഴിക്ക് പ്രത്യേക രുചിയാണ്. അതാണെങ്കിൽ വേകുന്ന സമയം കൂടുതലാണ്. അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും വിറകടുപ്പിൽ കുറച്ച് കൂടുതലേറെ നേരം വേവിച്ച് വറ്റിച്ചൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിന് സ്വാദ് കൂടുതലായിരിക്കും. നമുക്ക് അങ്ങനത്തെ കുറച്ച് പരിമിതികളുണ്ട്. പിന്നെ മാത്രമല്ല, ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന അല്ലെങ്കിൽ സിറ്റിയിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ ഇപ്പോൾ അടുപ്പിൽ തന്നെ കത്തിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ തന്നെയാണ് ഈ ഒരു വിഭവം തയ്യാറാക്കുന്നത്. ഇനി ഇതിലൊരല്പം വെള്ളം, ഒരു 1/4 കപ്പ് വെള്ളം, അതിൽ കൂടുതൽ വേണ്ട. കാര്യം ചിക്കനിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങും.
മാത്രമല്ല ഇത് വെന്തിട്ട് നമുക്ക് ഇച്ചിരി നേരം വറ്റിക്കേണ്ടി വരും ചിലപ്പോൾ. അതുകൊണ്ട് കുക്കറൊന്ന് അടയ്ക്കാം. ഇനി നമ്മളൊരു 2 വിസിൽ മാക്സിമം, 1 വിസിലായാലും മതി. പക്ഷേ 1 വിസിൽ വന്നിട്ട് തീ അല്പം കുറച്ചിട്ട് ഒരു സെക്കൻഡ് വിസിൽ കഴിഞ്ഞാൽ ഉടനെ തന്നെ കുക്കർ ഓഫ് ചെയ്യുക. അപ്പോൾ പാകത്തിന് വെന്തിട്ടുണ്ടാവും. പിന്നെ കുക്കർ തുറന്നിട്ട് അതിൽ വെള്ളം ഉണ്ടെങ്കിൽ ഇച്ചിരി നേരം അടപ്പ് തുറന്ന് വെച്ച് വേവിക്കുക. അപ്പോൾ ഏകദേശം ഒരു 1 വിസിൽ കേട്ട് കഴിഞ്ഞാൽ ഒരു അല്പ സമയം കൂടെ കൊടുക്കുക. സെക്കൻഡ് വിസിൽ തുടങ്ങിയാൽ ഉടനെ തന്നെ സ്വിച്ച് ഓഫ് ചെയ്യുക. എന്നിട്ട് അടപ്പ് തുറന്ന് ഒരല്പസമയം വെള്ളം ഉണ്ടെങ്കിൽ അതിൻ്റെ ചാറ് വറ്റാനായിട്ട് ഒന്നുകൂടി ഒന്ന് വേവിച്ചുകൊണ്ടേ ഇരിക്കുക, തിളപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം. അതുവരെ ഒരു ഷോർട്ട് മാജിക് ബ്രേക്ക്. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ കുക്കറിൽ നിന്നും 2 വിസിൽ കിട്ടു. അത് ഞാൻ തീ ഓഫ് ചെയ്തു. ഒരല്പസമയം വെയിറ്റ് ചെയ്തു. കുക്കർ തുറന്ന് നോക്കി. അപ്പോൾ ഒരല്പം വെള്ളം ബാക്കിയുണ്ട്. പാകത്തിന് വെന്തിട്ടുണ്ട്, പക്ഷേ കുറച്ച് ചാറുണ്ട്. ഇനി നമ്മൾ വീണ്ടും അടുപ്പ് കത്തിച്ചു കൊടുക്കുന്നു. നന്നായിട്ടൊന്ന് വറ്റണം. ഈ ചാറും കൂടി ഒന്ന് വറ്റി കിട്ടണം. അത് കഴിഞ്ഞിട്ടേ ബാക്കി കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ നല്ല ഫ്ലെയിമിൽ തന്നെ ഇട്ടേക്കാം. ഇപ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇത് കുക്കർ തുറക്കുന്ന സമയം തൊട്ട് ഈ ഒരു മണമാണ്, നല്ലൊരു മണം. അപ്പോൾ ഇനി ഈ മണം കൂടിക്കൊണ്ട് വരികയേ ഉള്ളൂ. ഇതെന്തായാലും ഇങ്ങനെ തന്നെ, അതായത് പാത്രം തുറന്നിട്ട് തന്നെ ഇങ്ങനെ വറ്റിക്കണം. എന്നാലേ പെട്ടെന്ന് തന്നെ വെള്ളം വറ്റി കിട്ടുള്ളൂ. അപ്പോൾ നമ്മളുടെ അടുക്കളയെല്ലാം നല്ല മണമുള്ള ഒരു ഭയങ്കരമായ എന്താ പറയുക, ഈ ഒരു ചിക്കൻ വിഭവം കഴിക്കാൻ പാകത്തിനുള്ളൊരു രീതിയിൽ നമ്മുടെ മനസ്സിനെ തയ്യാറാക്കിയെടുക്കും. അപ്പോൾ എന്തായാലും ഇതൊന്ന് റെഡിയായി വരട്ടെ. അങ്ങനെ നമ്മുടെ ചിക്കൻ്റെ വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞു. അതിൻ്റെ എന്താ പറയുക, ഗ്രേവി കുറച്ച് ചാറുണ്ടായിരുന്നു, അത് വറ്റി, ഏകദേശം വറ്റി. അപ്പോൾ ഇങ്ങനെ ഒരു കുഴഞ്ഞ പാകത്തിനായിരിക്കണം. അപ്പോൾ ഒരു കുഴമ്പ് പോലെ, അതാണല്ലോ നമ്മൾക്ക് വേണ്ടത്. അപ്പോൾ ഇനി അടുത്തത് വീണ്ടും അടുപ്പ് കത്തിച്ച് മറ്റൊരു ചൂട് കെട്ടിയുള്ളൊരു പാത്രം ചൂടാക്കുക. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇത് 2-3 ടേബിൾ സ്പൂൺ, അല്ലെങ്കിൽ 3-4, അത് നോക്കിയിട്ട് ആവശ്യാനുസരണം. അപ്പോൾ ഒരു 3-4 ടേബിൾ സ്പൂൺ എണ്ണ. ഇതിലേക്ക് ആദ്യം കറിവേപ്പിലിട്ടൊന്ന് പൊട്ടിക്കണം. അപ്പോൾ നമ്മുടെ കോഴി ഇടിച്ചു പുരട്ടാണ് നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇടിച്ച് പുരട്ടിയതിൻ്റെ ഏതാണ്ട് റെഡിയാണ്. അപ്പോൾ ഇത് ഒരു പുരട്ട് മാതിരി തന്നെ ഇരിക്കുന്നു. അപ്പോൾ ഇടിച്ച കോഴി പോലെ തന്നെ ഇച്ചിരി നല്ല വെന്തൊന്ന് കുഴഞ്ഞ് ആ രീതിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ മസാല എല്ലാം ഇടിച്ചെടുത്തതാണല്ലോ. ഇനിയാണ് നമ്മളൊരു വഴറ്റിയെടുക്കലും കൂടി ഉണ്ട് ലാസ്റ്റ്. അതിനാണ് നമ്മൾ ഇച്ചിരി എണ്ണ ചൂടാക്കുന്നത്. ഇതിലേക്ക് കറിവേപ്പിലേക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആവശ്യാനുസരണം ചേർക്കുക. കൂടുതലുള്ളത് നല്ലതാണ്, സ്വാദ് കൂടും. നാടൻ വിഭവങ്ങൾ വെളിച്ചെണ്ണ കറിവേപ്പിലെല്ലാം നല്ല കോമ്പിനേഷൻ. തണ്ടോടുകൂടിയും അല്ലാതെയും ഇടാം. നന്നായിട്ടൊന്ന് പൊട്ടി റെഡിയായി വരട്ടെ. ഇതിലേക്ക് കറിവേപ്പിലേക്ക് പൊട്ടിക്കഴിഞ്ഞാൽ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസസ് അധികം ഇട്ട് ഇളക്കാണ്ട് നമുക്ക് തട്ടി കൊടുക്കാം. ആ ഇടിച്ച മസാലയും എല്ലാം കൂടി ചേർന്നിട്ടാണ് ചിക്കനിൽ ഇങ്ങനെ പൊതിഞ്ഞിരിക്കുന്ന രീതി. ഇനി നമ്മൾ എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കും. വെളിച്ചെണ്ണയും കറിവേപ്പിലയും എല്ലാം കൂടി ചേർന്ന് ഇങ്ങനെ കുഴഞ്ഞ് ഒരു കുഴമ്പ് പാകമായി വരും. അതാണ് നമുക്ക് വേണ്ടത്. അപ്പം നല്ല വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയൊക്കെ മണം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു ഭയങ്കര സ്വാദ് തോന്നിക്കുന്ന ഒരു മണമാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കോഴി ഇടിച്ചു പുരട്ടി ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ കുഴഞ്ഞ പാകത്തിനാണ് ഇരിക്കേണ്ടത്. അപ്പോൾ നമ്മൾ കുക്കറിൽ സാധാരണ ബ്രോയിലർ കോഴിയാണെങ്കിൽ ഇച്ചിരി വെള്ളം കൂടുതലുണ്ടാകും. അതുകൊണ്ട് കുക്കറിൽ വയ്ക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ ഒരു വിസിൽ കേട്ട് കഴിയുമ്പോൾ ഓഫ് ചെയ്യുക. എന്നിട്ട് അടപ്പ് തുറന്നിട്ട് കുറച്ച് കൂടുതൽ നേരം വറ്റിക്കുക, ഒത്തിരി വെള്ളം ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ അധികം വെള്ളം ഇല്ലെങ്കിൽ കുഴപ്പമില്ല, 2 വിസിൽ കേട്ടാലും കുഴപ്പമില്ല. അധികം വെള്ളം ഇല്ലാത്ത കോഴിയാണെങ്കിൽ അധികം നേരമായിട്ട് വേവിക്കേണ്ടി വരില്ലല്ലോ. അപ്പോൾ അത് മാത്രം ശ്രദ്ധിക്കുക. എന്തായാലും നമുക്കൊരു കുഴഞ്ഞ പാകത്തിനാണ് വേണ്ടത്. ഇറച്ചിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുകയും വേണം. ഏതാണ്ട് നമ്മൾ കോഴിയെ ഇടിച്ചെടുക്കുന്നില്ലെങ്കിൽ പോലും
കോഴി ഇടിച്ച മസാലയുടെ കൂടെ ആകുമ്പോൾ ഇച്ചിരി ഇടിച്ചതുപോലെ അല്ലെങ്കിൽ ഇച്ചിരി ഒന്ന് കുഴഞ്ഞ് കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത ഒരു പാകത്തിന് തന്നെ കിട്ടണം. അതാണ് വേണ്ടത്. പിന്നെ ഈ വെളിച്ചെണ്ണയിലിടന്ന് ഇങ്ങനെ ഒന്ന് മൂക്കുമാണ് നല്ല രീതിയിലൊന്ന് കുഴഞ്ഞ് വരണം. അപ്പോൾ ഏതാണ്ട് റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ മൂപ്പിക്കലെല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ്. ഒരുപാട് മൂപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭയങ്കര ഡ്രൈ ആക്കേണ്ട ആവശ്യമില്ല. നല്ല മസാല മൂത്തൊരു മണം, അതാണ് വേണ്ടത്. ഇനി നമുക്ക് വേറൊന്നും ചെയ്യാനില്ല. തീ ഓഫ് ചെയ്തിട്ട് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റി. അങ്ങനെ നമ്മുടെ കോഴി ഇടിച്ചു പുരട്ടി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഞാൻ വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റി. അപ്പോൾ ഇതിന് പ്രത്യേകിച്ചൊരു അലങ്കാരത്തിൻ്റെ ആവശ്യമില്ല. ധാരാളമായിട്ട് കറിവേപ്പില കിടക്കുന്നുണ്ട്. അത് തന്നെ ഒരു അലങ്കാരമാണ്. എന്തായാലും ഇത് നല്ല ചൂടോടുകൂടി സ്വാദോടുകൂടി കഴിക്കാൻ പറ്റിയൊരു പ്രധാനപ്പെട്ട ഒരു സൈഡ് ഡിഷാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെയുള്ള കോമ്പിനേഷൻ ഇപ്പോൾ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ഇപ്പോൾ ചോറ് നല്ല കോമ്പിനേഷനാണ്. നല്ല വേവിച്ച വെള്ളക്കപ്പ, വെറുതെ പുഴുങ്ങിയെടുത്ത് ഉപ്പിട്ട് പുഴുങ്ങിയെടുത്ത് വെള്ളക്കപ്പയുടെ കൂടെ, പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ ആപ്പം, ദോശ, തട്ടുദോശ, ഇങ്ങനത്തെ കാര്യങ്ങളുടെ കൂടെയൊക്കെ വളരെ നല്ലതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക. എല്ലാവർക്കും ഇഷ്ടം. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച വളരെ നാടനായിട്ടുള്ള നമ്മളുടെ കോഴി ഇടിച്ചു പുരട്ട് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ ഈ ആധുനികമായ ഒരു സംവിധാനങ്ങൾക്കിടയിൽ, അല്ലെങ്കിൽ ഈ ഒരു ഇപ്പം നമ്മൾ താമസിക്കുന്ന ഈ ഒരു ജനറേഷൻ, ഇപ്പോൾ നമുക്ക് എങ്ങോട്ട് തിരിഞ്ഞാലും ന്യൂ ജനറേഷൻ കഥകൾ മാത്രമേ ഉള്ളൂ. ഭക്ഷണ സംസ്കാരത്തിൻ്റെ കാര്യത്തിലും ഒരുപാട് എക്സ്പോഷർ നമുക്കുണ്ട്. ഇപ്പോൾ ടെലിവിഷൻ ചാനലിലൂടെയും അല്ലെങ്കിൽ ഇൻ്റർനെറ്റിലൂടെയൊക്കെ നമുക്ക് ധാരാളമായിട്ട് പലതരം വിഭവങ്ങൾ കാണാനും സ്വാദ് നോക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ഒരു പക്ഷേ നമുക്ക് ഉണ്ടാക്കി നോക്കാം. അതല്ലെങ്കിൽ തന്നെ നല്ല നല്ല കൊച്ചു കൊച്ചു റെസ്റ്റോറൻറ്റ്സ്, നല്ല ഫുഡ് ജോയിൻറ്റ്സ് ഒക്കെ ധാരാളമായിട്ട് എല്ലാ ഭാഗങ്ങളിലും വന്നു കഴിഞ്ഞു. അപ്പോൾ എങ്കിലും മലയാളിക്ക് എന്നും നാടൻ വിഭവങ്ങളോടൊരു പ്രത്യേക മമതയാണ്. പ്രത്യേകിച്ച് പറഞ്ഞാൽ ഈ ന്യൂ ജനറേഷൻ ഈ യുഗത്തിൽ കുറച്ച് കൂടുതലായിട്ട് നമ്മൾ പിന്നിലേക്ക് പോകുന്നില്ലേ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാര്യം ഒരുപാട് നാടനിലേക്ക് കൂടുതൽ നമ്മൾ അടുക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളിൽ നമ്മളുടെ വീട്ടിൽ ഇത്തരം വിഭവങ്ങൾ വളരെ നാടനായിട്ട് നമുക്ക് വീണ്ടും തയ്യാറാക്കാൻ പറ്റും. അത്തരം ഐറ്റംസ് അല്ലെങ്കിൽ അത്തരം വിഭവങ്ങളോട് കൂടുതൽ പ്രിയമുണ്ടാകും. അതുകൊണ്ട് തന്നെ കൂടുതൽ തയ്യാറാക്കുക. അപ്പോൾ ഈ വിഭവം തയ്യാറാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടം. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ